ഹബീബായ നബിതങ്ങൾ അവരെ നോക്കിയാണ് പറഞ്ഞത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, നിങ്ങളെ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യം നിങ്ങൾക്ക് വരുമോ എന്നല്ല എന്റെ പേടി, അത് ഞാൻ പേടിക്കുന്നേ ഇല്ല. സ്വഹാബത്തിനെ നോക്കി നബിതങ്ങൾ പറഞ്ഞ വാക്കാണത്, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, ഞാൻ പേടിക്കുന്നത് എന്റെ കാലശേഷം നിങ്ങൾ പൈസയില്ലാത്തവരായി, കാശില്ലാത്തവരായി, സമ്പാദ്യങ്ങളില്ലാത്തവരായി, ഈ ദുനിയാവില്ലാത്തവരായി, പാപ്പരായി പോകുമോ എന്ന് എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് പേടിയില്ല. വലാകിൻ അഖ്ശാ, എന്നാൽ ഞാൻ പേടിക്കുന്ന വിഷയം അൻ തുബ്സത ലകുമുദ് ദുനിയാ, നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു ഒരുപാട് കാശ് തരികയും നിങ്ങളുടെ കൈകളിൽ അല്ലാഹു ഒരുപാട് സമ്പാദ്യം നൽകുകയും, കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയിരുന്ന പോലെ, ഫതനാഫസുഹാ, നിങ്ങൾ പൈസകൾക്ക് വേണ്ടി മത്സരിക്കാൻ തുടങ്ങുന്നു, കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികൾ പരസ്പരം മത്സരിച്ചതുപോലെ, ഫതുൽഹികകും കമാ അഹ്ലകതുഹും, നിങ്ങളെ നിങ്ങളുടെ സമ്പാദ്യം നശിപ്പിച്ചു കളയുമെന്ന് ഞാൻ പേടിക്കുന്നു. കമാ അഹ്ലകതുഹും, നിങ്ങളുടെ മുൻഗാമികളെ സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ പോലെ, സമ്പത്തിന്റെ പിന്നാലെ നടന്നപ്പോൾ മതബോധമില്ലാതെയായ പോലെ സമ്പത്ത് ഒരുപാട് കൈകളിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സംഭവിക്കുകയില്ല. ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനിൽ അകന്നു പോകേണ്ട വിഷയം വരില്ല. ദീനിൽ അകന്നു പോകുന്നത് സമ്പാദ്യം കൂടുമ്പോ, വരുമാനം കൂടുമ്പോൾ, ആർഭാടത്തിൽ ജീവിക്കുമ്പോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിക്കുക, ഈ പ്രദേശം, കുയിതേരി പ്രദേശം, ഇതിന്റെ പരിസരം, നാദാപുരം, പാറക്കടവ് പ്രദേശങ്ങളൊക്കെ അല്ലാഹു തആല എത്രയോ നിഅമത്ത് തന്നില്ലേ നമുക്ക്. എത്ര കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മുടെ ഉപ്പമാരും വല്യമ്മമാരും സഹിച്ച പ്രയാസത്തിന്റെ 10-1, 50-1, 100-1 പോലും അനുഭവിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം, എന്താഗ്രഹിക്കുന്നുവോ അത് കയ്യിൽ, എന്ത് വേണമോ അത് അരികത്ത്, എവിടെ വേണമോ പോകാം, വാഹനമായിട്ടും സമ്പാദ്യമായും വീടായും ഭക്ഷണമായും നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത എത്രയാണ് അല്ലാഹു നമ്മുടെ കയ്യിൽ തന്നത്. എന്നിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈമാനിന്റെ ഖനം നമ്മുടെ മനസ്സുകളിലുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കുക. അവർക്കുണ്ടായിരുന്ന ഈമാനിന്റെ ഒരു പെരുമ, അവരുണ്ടാക്കിയതാണ് നമ്മുടെ നാദാപുരത്തെ പള്ളി, അവരുണ്ടാക്കിയതാണ് നമ്മുടെ പാറക്കടവ് കാണുന്ന ജുമുഅ മസ്ജിദ്. അന്നത്തെ കാലത്ത് ചെറ്റക്കുടിലുകളിൽ, ചോർന്നൊലിക്കുന്ന വീടുകളിൽ അവർ താമസിച്ചപ്പോൾ അല്ലാഹുവിന്റെ വീട് നമ്മുടെ വീടുകളെക്കാളും വലിയ വീടാവണമെന്ന് അന്നവർ തീരുമാനിച്ചു. ഒരണക്ക് 1 രൂപക്ക് ജോലി ചെയ്തിരുന്ന കാലം, അവരാണ് നമ്മുടെ നാടുകളിലെ പഴയകാലത്തെ ഉയർന്നു നിൽക്കുന്ന എടുപ്പുള്ള പള്ളി മുനാരങ്ങൾ ഉണ്ടാക്കിയത്. അത്രയും നല്ലൊരു വീട് അള്ളാന്റെ വീടല്ലാതെ ആ നാട്ടിലെന്ന് വേറെയില്ല. അള്ളാഹുവിന് വേണ്ടി അവർ ജീവിച്ചു. നമ്മൾ ഇന്നും പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അറബിയെ തേടിയിട്ടാ പോകുന്നത്. നമ്മുടെയും അവരുടെയും വിശ്വാസത്തിന്റെ വ്യത്യാസം നമ്മൾ ആലോചിച്ചു നോക്കി. അവരുണ്ടാക്കി, ഞങ്ങൾക്കതിന്റെ കൂലി വേണം, ഞങ്ങൾക്കതിന്റെ പ്രതിഫലം വേണം, ഞങ്ങൾക്കതിന്റെ പ്രതിഫലം റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. അത് ആരെങ്കിലും കൊടുത്താൽ അവർക്കല്ലേ, ഞാൻ കൊടുത്താൽ എനിക്ക്, ഞങ്ങളുണ്ടാക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പാടിന്റെ ഉള്ളിൽ നിന്ന് അവരുണ്ടാക്കിയ ദീനിന്റെ മഹാപ്രസ്ഥാനങ്ങൾ പോലെ നമുക്ക് അല്ലാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരെ പോലെ എത്താൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, ഇന്നൽ ഇസ്തിഖാമത അല الدين غالبا لا تكون مع حياة الطرف والسرف. ആർഭാടത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നേർവഴിയിലൂടെ പോവുക സാധ്യമല്ല. ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നേർവഴി കിട്ടുന്നത് പ്രയാസമാണ്. കാരണം പൈസയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. എവിടുന്ന് കിട്ടുന്നോ ആയിക്കോട്ടെ, ഹലാലാണോ ഹറാമാണോ വിഷയമല്ല, എവിടുന്നുമാവാം, എങ്ങനെയുമാവാം, കാശ് വേണം. ആ ഒരു രീതിയിലേക്ക് കിട്ടുന്നതിന് ഏതെല്ലാം ഹലാലല്ലാത്ത വഴികളുണ്ടോ അതെല്ലാം ഏതെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ ഇസ്തിഖാമത്തിൽ നിന്ന്
വഴിതെറ്റിപ്പോകാൻ സാധ്യത ആർഭാടമുള്ള സമൂഹത്തിൽ കൂടുതലാണെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസയുടെ ഒരു ചെറിയൊരു പ്രയാസം വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചു. ഒരല്പമെങ്കിലും പിടുത്തം വിട്ട് നടക്കുന്ന ആർഭാടത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒന്ന് ചിന്തിക്കാൻ ഇതുപോലെയുള്ള സാമ്പത്തിക മാന്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവണം. തീർച്ചയായും വാരി വിതറി വേണ്ടിടത്തും വേണ്ടാത്തടത്തും നമ്മൾ ധൂർത്ത് ചെയ്തിരുന്ന ആളുകൾക്ക് പൈസയ്ക്ക് ചില്ലറ കിട്ടില്ലെന്ന് പേടിച്ചുകൊണ്ടെങ്കിലും ഒരൽപ്പം ജീവിതത്തിലൊന്ന് ചിന്തിക്കുവാനും ഞാൻ ചെലവഴിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ആലോചിക്കാനും ഈ പ്രതിസന്ധി നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇദാ അറദ്നാ أن نهلك قرية أمرنا مترفيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وإذا أردنا أن نهلك قرية ورجامته നാം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അമർനാ മുത്രഫീഹ അവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. അവിടെ പൈസ കൊണ്ട് വാരി വിതറി പൂർത്തി ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. ആര് പറയുന്നു? അല്ലാഹു ജല്ല ജലാലു. ഒരു പ്രദേശത്തെ, ഒരു നാട്ടിലെ കാശിന് വില കൊടുക്കാതെ, സമ്പാദ്യത്തിന് വില കൊടുക്കാതെ, അല്ലാഹു നൽകുന്ന നിഅമത്തുകൾക്ക് വില കൊടുക്കാതെ അനാവശ്യങ്ങളിൽ വാരി വിതറുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കുകയും അവരിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധ വിടുകയും അമർനാ മുത്രഫീഹ ഫഫസഖൂ ഫീഹാ അവിടെ അവർ തോന്നിവാസം ചെയ്യുകയും അങ്ങനെ അവരെ ആർഭാടങ്ങളെ കൊണ്ട് വഴിതെറ്റി ജീവിക്കുമ്പോൾ എന്റെ ശിക്ഷ ഇറങ്ങാനുള്ള തീരുമാനം അവരിൽ ശരിയാവുകയും ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിലെ പാവപ്പെട്ടവരെ കൊണ്ടല്ല അവിടെ അദാബ് ഇറങ്ങുന്നത്. ഒരു സമൂഹത്തിലെ മിസ്കീനുമാരെ കൊണ്ടല്ല ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. പിന്നെയോ അവിടെ അള്ളാഹുവിന്റെ നിഅമത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.